പാത്തോ മിണ്ടേരടി കൂതറ. ഓ എന്തോന്ന് ഉറക്കം ഇത്. എടി പിങ്കി, പിങ്കി എണീക്കടി, പോത്ത പോലെ കിടന്ന് ഉറങ്ങാതെ. പോടി പോ. നീ നിന്റെ ഒരു ബോക്സിങ് നീ പോകട്ടെ. കൂതറ ബോക്സിംഗ് ആയിട്ട് നീ പോയാറില്ല. കൂതറ ബോക്സിംഗാ? ബോക്സിങ്ങിന് എന്തടി കുഴപ്പം? ബോക്സിങ്ങിന് ഞാൻ പോകുന്നുണ്ടാടി ഇത്ര ഫിറ്റ് ആയിട്ടും ബ്യൂട്ടി ആയിട്ട് ഇരിക്കുന്നത്. അല്ലാതെ നിന്നെ പോലെ ചക്ക ഭൂതമായിട്ടല്ല ഇരിക്കുന്നത്. ഇവിടെ ഇവിടെ ഓ ദാ കുഞ്ഞമ്മ. എന്ത് കുഞ്ഞമ്മ? എടി ഒരു മാസം ജിമ്മിൽ പോയി കഴിഞ്ഞാൽ എനിക്ക് വരും ഇതുപോലെ സ്ലിം ബ്യൂട്ടിയും കാര്യങ്ങളൊക്കെ. വരും. എന്റെ അച്ഛന്റെ കാശ് പോകാന്നല്ലാതെ ഒരു പ്രയോജനം ഉണ്ടാവൂല. എന്തോന്ന് നീ ഇറങ്ങി പോറെങ്കി? ഞാൻ എവിടെ ഇറങ്ങി പോവാൻ? എടി നീ ഡെയിലി എന്നും 5 മണിക്ക് അലാറം വെക്കും ജോഗിങ്ങിന് പോകാനായിട്ട്. ഒരു ദിവസമെങ്കിലും നീ എണീറ്റ് പോയിട്ടുണ്ടാടി? ആ 5 മണിക്ക് അലാറം അടിക്കുന്നതല്ലാതെ നീ അത് ഓഫ് ചെയ്ത് വെച്ചിട്ട് കിടന്ന് ഉറങ്ങയല്ലേ? അത് എന്റെ കുഴപ്പമില്ല. അലാറം അടിക്കല്ലോ, അത് ശരിയല്ല. അത് അലാറത്തിന് ശരിയല്ല, നീയാണ് ശരിയല്ലാത്തത്. നിന്റെ മുടിഞ്ഞ മടി. എനിക്ക് മടിയൊന്നുമില്ല. മടിയില്ല ഒന്നും പറയണില്ല. എടി നിനക്ക് ഈ കടന്ന് പറയാമല്ലോ, ഒരു വിൽ പവർ കാണണ്ടി. വിൽ പവർ അത് നിനക്ക് ഉണ്ടാടി. എനിക്ക് വിൽ പവർ ഉണ്ട്. ഉണ്ട്. തിന്നാ നല്ല വിൽ പവർ നിനക്കുണ്ട്. പറഞ്ഞിട്ട് കാര്യമില്ല, എന്തോന്ന് പറയാനാണ്. ഒന്നും പറയണ്ട പോ. ഞാൻ പോവേ, എന്നെ കിടന്ന് ഉറങ്ങിക്കോ. അതെ ഓളോളും മേരിക്കോമെന്നാണ് വിചാരം. ഞാൻ പോണേ. മക്കളെ, നീ ഇന്നലെ വണ്ടി എടുത്താ? ഇല്ല. എന്റെ ഹോൺ വർക്ക് ചെയ്യുന്നില്ല. ഹോൺ വർക്ക് ചെയ്തില്ലെങ്കിൽ ഞാൻ എടുത്തതാവോ? നീ തൊട്ടതിന് ശേഷമാണ് ഈ വണ്ടിക്ക് ഇത്രയും കംപ്ലൈന്റ് വന്നത്, അറിയാമോ? അല്ലെങ്കിൽ പിന്നെ ഈ പാട്ട വണ്ടിക്ക് കംപ്ലൈന്റ് ഇല്ലാതല്ലേ ഇരിക്കണേ? പാട്ട വണ്ടിയാ എടുത്തോണ്ട് അത്യാവശ്യത്തിന് പോകുമ്പോ പാട്ടയല്ലേ? നീ പോ. ഹോൺ വർക്ക് ഞാൻ ചെയ്യുന്നില്ല. പോണേണ് നല്ലത് ഇവിടെ നിക്കണേക്കാളും. ഇനി ഈ ഹോൺ വർക്ക് ചെയ്യാതെ അച്ഛന്റെ മൂഡ് ശരിയാവൂല. അച്ഛന്റെ ഈ വണ്ടിയുടെ ഹോൺ ശരിയാവുമ്പം ലൈറ്റ് അടിച്ചു പോവും, ലൈറ്റ് ശരിയാവുമ്പം ടയർ പോവും, ടയർ പോകുമ്പം ബ്രേക്ക് പോവും, ബ്രേക്ക് പോയാ പിന്നെ തള്ള പോവും. എന്തോന്ന് അമ്മയെ കടന്നു വിളിക്കുന്നേ? അച്ഛല്ലേ പറഞ്ഞേ തള്ള പോകുന്നു. അത് നിന്റെ അടുത്തല്ലേ ഞാൻ പറഞ്ഞത്? അമ്മയെ വിളിച്ചു പറഞ്ഞോ? ഇനി അവളുടെ ദേഷ്യം കൊണ്ട് ഞാൻ കാണണോ? അവളെ മക്കള് ഒരുമ്പിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. ഞാൻ പോണ്. അച്ഛന്റെ വണ്ടി ശരിയാകുമ്പോല്ല, അച്ഛന് ശരിയാകുമ്പോല്ല. നിങ്ങൾ രണ്ടെണ്ണം ശരിയായാൽ മതി. രണ്ട് മക്കള് വന്നിരിക്കുന്നു, ബോക്സറും പൊട്ടുകുറ്റിയും. ഇതിപ്പോ ശരിയാക്കാതെ ശരിയാവൂലല്ലോ. ഈ ഹോൺ ഇല്ലാതെ എങ്ങനെ സിറ്റി കൂടെ വണ്ടി ഓടിക്കും? രണ്ടെണ്ണം ഉണ്ട്. വണ്ടി തൊട്ടത് മുതൽ തൊലച്ചു തരും. ഒന്ന് ബോക്സർ, ഒന്നൊരു പുട്ടുകുറ്റി. തള്ളക്ക് ഇതൊന്നും അറിയണ്ട. ഓ അപ്പച്ചി വിളിക്കണേ, കൊണ്ടുവാ. ചിന്നു പറയടി. എപ്പാ? എന്നിട്ട് അമ്മ എവിടെ? നീ അമ്മയുടെ ഫോൺ കൊടു. നീ അമ്മയുടെ ഫോൺ കൊടുക്ക്. അമ്മ 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 എന്തമ്മ? അമ്മ അമ്മ ഇങ്ങനെയൊക്കെ പറയണ എന്തമ്മ? അമ്മ ചിന്നുവിന്റെ ഫോൺ കൊടു. അമ്മ ചിന്നു, എടി എന്റെ സമയക്കുറ. ചിന്നു ചിന്നു ഞാൻ പറയട്ടെ, ഞാൻ നില്ല. കട്ട് ചെയ്തു. തിരിച്ചു വിളി. എടുക്കണില്ല. ഇനി വിളിക്കണേ ഇങ്ങോട്ട് വിളിക്കട്ടെ. അമ്മയ്ക്ക് സുഖമില്ലെന്ന്. എന്തോ ഇപ്പൊ വീട്ടിൽ കൊണ്ടുവന്ന് ഡിസ്ചാർജ് ചെയ്തെന്ന്. എന്നിട്ട് എനിക്ക് എങ്ങനെ അറിയാം? 2 ദിവസം ആയെന്ന്. തീരെ കുറവില്ലേ? അതൊക്കെ അറിയണമെങ്കിൽ വല്ലപ്പോഴും അങ്ങോട്ട് വിളിക്കണം. വിളിക്കാത്തൊന്നുമില്ല. ആര് പോച്ചാ? പോട്ടാ. നിങ്ങൾക്ക് വല്ല അറിയണോ? ഞാനാണെങ്കിൽ തിരക്കുമായിരുന്നു. ഇന്ന് ഇവിടെ നിന്ന് 3 എണ്ണം ഉണ്ട്. അങ്ങോട്ട് ഒന്ന് വിളിക്കുകയോ ഒന്ന് എന്തെങ്കിലും ചെയ്യണ്ടേ? ഇതിന്റെ വുഡിന്റെ സാധനം കാണാനില്ല. മരത്തിന്റെ അവിടെ കൊണ്ടുപോകണം. ഈ പാത്രം കേടാക്കാൻ അച്ഛൻ മറ വാങ്ങിച്ചിട്ടില്ലെന്ന് പറഞ്ഞിട്ടുണ്ട്. മണി മണി മണി, തൊട്ടടുത്തല്ലേ ഞാൻ നിൽക്കണേ. കൂവി വിളിക്കണതിന്. നീ വീട്ടിലോട്ട് വിളിച്ചിട്ട് എത്ര ദിവസമായി? ഞാൻ ഇന്നലെ കൂടെ വിളിച്ചോളൂ.
അപ്പൊ വിശേഷങ്ങളെല്ലാം നീ അറിഞ്ഞു? ഓ പറഞ്ഞു. എന്നിട്ട് പിന്നെ എന്റെ അടുത്ത് പറയാത്തത്? പറയാൻ മാത്രം ഉള്ളതായിട്ടൊന്നും തോന്നിയില്ല, അതുകൊണ്ട് പറഞ്ഞില്ല. ഒന്നും തോന്നിയില്ലെന്നാ? ഒന്നും ഇല്ലെന്നാ? അല്ല, വാഴയ്ക്ക് വള ഇടുന്നതും തെങ്ങിന് തടം എടുക്കുന്നതും വലിയ കാര്യമായിട്ട് എനിക്ക് തോന്നിയില്ല. വള? നീ എന്തോ കഥകളി കാണിച്ചോണ്ടിരിക്കണേ? അല്ല, അച്ഛൻ ഉദ്ദേശിച്ചതേ അച്ഛന്റെ വീട്ടിലോട്ട് വിളിച്ചോന്നാണ്. ആ അതാണോ? ഞാൻ വിചാരിച്ചു എന്റെ വീട്ടിൽ വിളിച്ച കാര്യം. ഞാൻ മണിക്കൂട്ടൻ ചേട്ടനോട് കാര്യങ്ങളൊക്കെ ചോദിച്ചു. ചേട്ടനോടെ പറമ്പിൽ പണിക്കാരുള്ള കാര്യം പറഞ്ഞ്, വളം വാങ്ങിച്ച കാര്യം പറഞ്ഞ്, തെങ്ങിന് തടം എടുക്കുന്ന കാര്യം പറഞ്ഞ്, അങ്ങനെല്ലാം പറഞ്ഞോണ്ടൊക്കെ ഇരുന്ന്. അപ്പൊ നിനക്ക് എന്റെ വീട്ടിലോട്ട് വിളിക്കാൻ സമയമില്ലേ? വീട്ടിൽ വിളിക്കാന്ന് വെച്ചാൽ തന്നെ അമ്മയെ വിളിച്ചിട്ട് കുറച്ച് ദിവസമായി. പക്ഷെ ഞാൻ ചിന്നുവിനെ കഴിഞ്ഞ ആഴ്ചയിൽ വിളിച്ചിരുന്നു. കഴിഞ്ഞ ആഴ്ച വിളിച്ചിരുന്നു. അപ്പൊ നിനക്ക് അങ്ങോട്ട് വിളിക്കാൻ സമയമില്ല. നിന്റെ വീട്ടിലെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയുന്നുണ്ട്. അമ്മ, ചിന്നു അപ്പച്ചേ അച്ഛനെ കുറച്ചു മുമ്പേ വിളിച്ചു. നിർത്ത്. നിന്റെ അടുത്ത് ഇപ്പൊ കാര്യം പറഞ്ഞാരെങ്കിലും? രവിയേട്ടാ, നിങ്ങൾ കാര്യം എന്താണെന്ന് തെളിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അല്ലാതെ എനിക്ക് എന്തോന്നാണെന്ന് ഞാൻ എങ്ങനെ മനസ്സിലാക്കും? മണി, അമ്മയ്ക്ക് വയ്യാതായി. എന്നിട്ട് നിന്റെ ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്ത് ഇന്ന് ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്നു. കുറെ മരുന്നും കൊടുത്തു വിട്ട്. ഇനി നാളെ വീണ്ടും പോണം ചെക്കപ്പിന്. എന്നിട്ടേ അച്ഛൻ എന്താ നേരത്തെ അറിയാത്ത? അത് ഞാനിവിടെ തിരക്കിലായിട്ട് അറിഞ്ഞില്ല. ആ, അങ്ങനെയാണെങ്കിലേ അച്ഛമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അച്ഛൻ അറിഞ്ഞൂലില്ല. കൊച്ചേ, ഉണ്ടായിരിക്കണം കേട്ടാ. ചിന്നുവിനെ വിളിച്ച് പറയായിരുന്നു കേട്ടോ നമ്മളടുത്ത്. അതെ, വിളിച്ച് പറയായിരുന്നു. അല്ല, വിളിച്ചു പറഞ്ഞാ നീ ഇപ്പം പോവായിരുന്നോ? രാത്രി തന്നെ പോവായിരുന്നോ? പോയി കൂട്ടിയിരിക്കുവായിരുന്നോ? നിനക്കിതൊന്നും വലിയ കാര്യമില്ല. നീ ദോശ ഉണ്ടാക്ക്, സാമ്പാർ ഉണ്ടാക്ക്, മുട്ട ഉണ്ടാക്കി കൊടുക്ക്. അമ്മയ്ക്ക് സുഖമല്ല കിടക്കാണ്. അല്ലെ തന്നെ ഞാൻ എന്തെങ്കിലും കാര്യം ഇവിടെ സീരിയസ് ആയിട്ട് പറഞ്ഞാൽ നീ അത് ശ്രദ്ധിക്കാറുണ്ടോ? ഉണ്ടാ? അതിന് ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ. എനിക്ക് അറിഞ്ഞൂടാ അച്ഛാ. എല്ലാരും പോയാ? അയ്യോ, അടുപ്പ് ഓഫ് ചെയ്തില്ലേ? ദോഷമായാന്തോ വെന്തില്ല. ദോഷം. ഞാൻ ഇരുന്നു. ഇനി നിങ്ങൾ പറയുന്ന കാര്യങ്ങൾക്ക് വല്ല പ്രസക്തി ഉണ്ടാക്കാൻ പറ്റുമോ നമുക്ക് നോക്കാം. അക്ഷരൊന്നും ഉണ്ടാക്കണില്ലേ? ഇപ്പൊ ഒന്നും ഉണ്ടാക്കണ ഒരു പണിയും ചെയ്യുന്നില്ല. ഇന്ന് ചർച്ചയാണ്. ചർച്ച മണി ഒരുമാതിരി ആക്കല്ലേ. എന്റെ അമ്മയാണ് അവിടെ സുഖമല്ല കിടക്കുന്നത്. എന്തോന്നാക്കി? അമ്മയ്ക്ക് വയ്യാതായി, ആശുപത്രി പോയി മരുന്ന് വാങ്ങിച്ച് വീട്ടിലെത്തി. ഇനി നമുക്കൊന്ന് പോയി കണ്ടാ പോരെ? കണ്ടാ പോരെന്നാ? അതിന് സമയം ഉണ്ടാക്കണോ? കണ്ടാ പോരെന്ന് പറയാൻ എന്തോന്ന് കാണാൻ? ഞാൻ വിളിച്ചപ്പോ ചിന്നു പറഞ്ഞ എന്താണെന്ന് അറിയുമോ? ചിന്നു ഫോണിലോട് നിങ്ങളോട് എന്തോ പറഞ്ഞത് എനിക്കെങ്ങനെ അറിയാം? എന്നാ കേള്, ഞാൻ അവളത്ത് വിളിച്ച് പറഞ്ഞു ഞാൻ അങ്ങോട്ട് വരാം എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ അവൾ ഇങ്ങോട്ട് പറയണേ ഇങ്ങോട്ട് വന്ന് ബുദ്ധിമുട്ടുണ്ടാന്ന്. ഞാൻ അമ്മയെ വിളിച്ച് അമ്മ എങ്ങനെ ഉണ്ട്? അപ്പൊ അമ്മ പറയാ ഞാൻ ചത്തിട്ടില്ലാന്ന്. എന്നോടുള്ള ദേഷ്യം ഞാൻ പോത്തേന്. അച്ഛാ, എത്ര തിരക്കായാലും അച്ഛനൊന്ന് വിളിക്കാൻ. ഞാൻ അച്ഛനെ കുറ്റപ്പെടുത്തുന്നതല്ല. നിർത്തടി. തള്ളയുടെ അതേ സ്വഭാവം എല്ലാം പറയും. പറഞ്ഞു കഴിഞ്ഞതിന് ശേഷം അച്ഛനെ കുറ്റപ്പെടുത്തുന്നല്ല. നിങ്ങൾ രണ്ടെണ്ണം ഉണ്ടായിരുന്നല്ലോ, ഒന്നും വിളിക്കാത്തണ്ടായിരുന്നു. മിനിറ്റ് കൂട്ടുകാരികളെ വിളിച്ച് മണിക്കൂറോളം സംസാരിക്കുമല്ലോ, കഥാപ്രസംഗം പറയുമല്ലോ. എന്തായിരുന്നു വിളിക്കാത്തത്? ഇതിന് പിന്നെ ഇവിടെ ജോലി, അടുക്കളയിൽ ജോലി, പൂന്തോട്ടം നോക്കണം, ക്ലീനിങ് നോക്കണം, പിന്നെ മൃഗപരിപാലനം എല്ലാം ഉണ്ടല്ലോ ഇവിടെ. മൃഗപരിപാലനോ? എന്താണ്ടിരിക്കണം മൃഗം? ഞാൻ പറഞ്ഞ കൂടിപ്പോകും കേട്ടാ. അച്ഛൻ പറയണം. അച്ഛന്റെ പറഞ്ഞു തീർക്കാം. ഞാൻ പറഞ്ഞ ഉടനെ മനസ്സിലാവുന്ന രണ്ട് മക്കള്. എല്ലാവർക്കും ഉണ്ട് മക്കള്, എനിക്കും ഉണ്ട് രണ്ടെണ്ണം. അതെ, ഞാൻ എന്റെ കൂട്ടുകാരുടെ വീട്ടിൽ പോകണം. ഇന്ന് ഈ വീട്ടിൽ നിന്ന് വെളിയിറങ്ങിയ മുട്ടുകാരി ഞാൻ തല്ലി ഓടിക്കും. പറഞ്ഞേട്ടാ, ഇവിടെ സീരിയസ് ആയിട്ട് ഒരു കാര്യം പറഞ്ഞോണ്ടിരിക്കുമ്പോഴാണ് അവൾക്ക് അങ്ങ് ഇറങ്ങി പോക്ക്. ഉള്ള ആമ്പിള്ളേരെ പോലെ അങ്ങ് പോവാം അവൾക്ക്. എന്തോ ആമ്പിള്ളേർക്ക് പോവാമെങ്കിൽ എന്തുകൊണ്ട് പെമ്പിള്ളേർക്ക് പൊയ്ക്കൂടാ? ഇത് ഫെമിനിസം മണ്ണാങ്കട്ടയൊന്നും അല്ല. പെണ്ണുങ്ങളൊന്ന് തുമ്മിയാ മതി ഓടെ ഫെമിനിസം. കണ്ടാ, മുഖത്ത് നോക്കിയാണ് പറയണത്. ദേഷ്യം കണ്ടാ? അച്ഛനാണെന്ന് നോട്ടല്ല, ഏത് സമയത്തും തുറന്നങ്ങ് പറയും. അമ്മ, ഈ ചർച്ച ഇവിടെ നിർത്തണേണ് നല്ലത്. ഇല്ലെങ്കിൽ ഇവിടെ എന്തെങ്കിലുമൊക്കെ സംഭവിക്കും. ഇവിടെ ഈ ചർച്ച നിർത്താൻ പറ. നീ ആര്? നീ വായി വെച്ചോണ്ട് മിണ്ടായിരുന്നോളാം. ഇതിങ്ങനെ വായിക്കാത്തോട്ട് കേട്ടാ. ഈ അലപ്പൊന്ന് നിർത്തോ? തലവേദന വരുന്നത്. നിനക്ക് തലവേദന വരും. കാര്യമായിട്ട് കാര്യങ്ങൾ പറയുമ്പോൾ നിനക്ക് തലവേദന വരും. നിനക്കൊന്നും അറിയണ്ട. മറ്റുള്ളവന്റെ വിഷമം മനസ്സിലാക്കണം കേട്ടാ. നീയേ വായില് വെള്ളിക്കറണിയും വെച്ചോട്ടല്ലേ ജനിച്ചു വന്നത്. അപ്പുറത്തെ ആ പോലീസുകാരുണ്ടല്ലോ ചന്ദ്രൻ, അയാളുടെ ഭാര്യ മിനി പറഞ്ഞത് ശരിയാണ്. നിനക്ക് ആ പണമുള്ള വീട്ടിൽ അഹങ്കാരം മൊത്തം ഉണ്ട്. നിങ്ങൾക്കും ഉണ്ട്. തള്ളയല്ലേ വളർത്തുന്നത്. ഇങ്ങോട്ട് മാറി. ഇങ്ങോട്ട് വേണം. എന്താണ് ഈ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ എങ്ങോട്ട് പോകണം?
ഞാൻ എവിടെ വരെ പോകും നിനക്ക് അറിഞ്ഞൂടെ? ഇവിടെ പോലെങ്കിൽ മുറി പോവും. എനിക്ക് എന്റെ കാര്യങ്ങളുണ്ട്. ഇനി വീട്ടിലോട്ട് വിളിക്കണം എനിക്ക്. തള്ളേ മക്കളും കൂടെ ഇരുന്നോ. രവിയേട്ടാ, നിങ്ങൾ നേരത്തെ എന്തോന്ന് പറഞ്ഞിട്ട് കയറിയത്? മിനി പറഞ്ഞുകൊണ്ട് നടക്കും പോലെയാണ് ഞാൻ എന്നല്ലേ? തന്നെ വായിൽ സ്വർണ്ണക്കരണ്ടി വെള്ളിക്കരണ്ടിയൊക്കെ തന്നെയായിട്ടും ജനിച്ചത്. അതിപ്പോ എന്റെ തെറ്റാ? അത്യാവശ്യം ആസ്തിയുള്ളൊരു കുടുംബത്തിൽ ജനിച്ചു പോയത്. എന്നിട്ടാണല്ലോ നിങ്ങളുടെ ആലോചന വന്നപ്പോൾ നിങ്ങൾ പാവപ്പെട്ട കുടുംബത്തിലാണെന്ന് അറിഞ്ഞിട്ട് പോലും ഞാൻ കല്യാണത്തിന് സമ്മതിച്ചു വന്നത്. എൻ്റെ അച്ഛനോട് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എന്ത് വേണമെങ്കിലും വാങ്ങിച്ചു തരും. പക്ഷേ ഞാൻ അങ്ങനെയല്ല ജീവിക്കണേ. നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് വരുന്ന സാധനം വെച്ചാണ് ഞാൻ ഓരോ മാസവും തള്ളി നീക്കണത്. ഒരു സാരി വേണമെന്ന് പറയില്ല, ഒരു ചുരിദാർ വേണമെന്ന് പറയില്ല, സ്വർണം വേണം, മാല വേണം, ഒന്നും വേണമെന്ന് പറയില്ല. ഒരു അനാവശ്യമായ സാധനങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടിക്കാറില്ല. എന്നിട്ട് ഞാൻ അഹങ്കാരിയല്ലേ? നിങ്ങൾക്ക് എന്തുവേണമെങ്കിലും പറയാലോ. ഇനിയും നിങ്ങൾ എന്നെ അഹങ്കാരി എന്ന് പറയുകയാണെങ്കിൽ ശരി തന്നെ, മണിക്കുട്ടി അഹങ്കാരി തന്നെ. അത് അമ്മ പറഞ്ഞത് ശരി തന്നെ. അച്ഛാ, ഈ സ്ഥാനത്ത് വേറെ ഏതെങ്കിലും പെണ്ണുങ്ങളാണെങ്കിൽ ഷോപ്പിംഗ് നടത്തി അച്ഛനെ മുടിപ്പിച്ചേനെ. അതെ, അച്ഛൻ്റെ ഒരു കാര്യം അറിയോ? അപ്പൂപ്പൻ്റെ അടുത്ത് വിളിച്ച് പറഞ്ഞാലേ ബെൻസ് കൊണ്ടെത്തിക്കും. ബെൻസ്. അപ്പൂപ്പനോട് പറഞ്ഞ് ഇന്ന് ഇവിടെ കാർ എത്തും. എന്നിട്ടും അച്ഛന്റെ വരുമാനത്തിൽ ഒതുങ്ങി കൂടാനാണ് ഞങ്ങൾക്ക് ഇഷ്ടം. അച്ഛ ഒന്ന് കണ്ണടച്ചാലേ നമുക്കിവിടെ ലാവിശ്യായിട്ട് ജീവിക്കാം. അങ്ങനെ ലാവിഷായിട്ട് ജീവിക്കണ്ട. അതൊക്കെ നിങ്ങൾ സ്വന്തമായിട്ട് അധ്വാനിച്ച് കാശ് ഉണ്ടാക്കിയിട്ട് ലാവിഷായ മതി. പിന്നെ ഈ അവസ്ഥ എന്ന് പറയുന്നില്ലേ, എന്താ അവസ്ഥ? ഒരു അസിസ്റ്റന്റ് ബാങ്ക് മാനേജർ എന്നുള്ളതിന്റെ ഇതിന്റെ പരിധി നിന്നിട്ടാണ് അത്. അതിന്റെ അപ്പുറമാണ് ഞാൻ നിങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇവിടെ എന്തെങ്കിലും ഒരു കുറവ് ഞാൻ വരുത്തിയിട്ടുണ്ടോ? അച്ഛാ, ഒരു അസിസ്റ്റന്റ് മാനേജർ ഒക്കെ ആവുമ്പോഴേ അറ്റ്ലീസ്റ്റ് ഒരു കാർ, എന്തിനു 2 സ്കൂട്ടറെങ്കിലും വേണം, എന്തിനു ഒരു ബൈക്കെങ്കിലും. ഈ വീട് വാങ്ങിച്ചപ്പോൾ ഉള്ള ബാധ്യത എന്താണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്നല്ലോ. അറിഞ്ഞൂടെ? അത് ആ ബാധ്യത തീരട്ട്, എന്നിട്ട് കാറോ ബൈക്കോ സ്കൂട്ടറോ എന്ത് വേണം വാങ്ങിക്കാം. അച്ഛാ, ഈ കാറ് സ്കൂട്ടറൊക്കെ കിട്ടേണ്ട സമയത്ത് കിട്ടണം, അല്ലാതെ മൂക്കി പഞ്ഞു വയ്ക്കുമ്പോ അല്ല കിട്ടേണ്ടത്. അയ്യോ മക്കളെ, ആ ഉള്ള സ്കൂട്ടർ തന്നെ എന്തോന്നോ വലിയ കാര്യം എന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അല്ലാതെ കാറും ബൈക്കൊന്നും പ്രതീക്ഷിക്കല്ലേ. ഉള്ള സ്കൂട്ടർ മ്യൂസിയത്ത് വെക്കാം. നിങ്ങൾ ഇത് എന്തോന്നാണ് ഈ പറയണേ? ഞാൻ ഇവിടെ എന്റെ അമ്മയുടെ സുഖമില്ലായ്മ ഓർത്ത് വിഷമിച്ചിരിക്കുകയാണ്. അപ്പൊ കാറ് ബൈക്ക് സ്കൂട്ടർ ഇപ്പോഴാണ് ഞങ്ങൾക്ക് ഒരു അവസരം കിട്ടിയത്. അത് പറഞ്ഞുകൊണ്ട് ഇപ്പൊ ഈ കാര്യങ്ങളൊക്കെ എനിക്ക് പറയാൻ പറ്റി. അച്ഛനെ പണ്ട് ഈ കല്ലും മുള്ളും ഒക്കെ ചവിട്ടി നടന്നെന്ന് വെച്ച് ഞങ്ങൾക്കും അങ്ങനെയൊക്കെ നടക്കാൻ പറ്റുമോ? അച്ഛാ, ആ മിനിയാന്റെ ഒരു കാര്യം കൂടി പറഞ്ഞു. എന്തോന്നു? അതെനിക്കിപ്പോ സത്യമാണെന്ന് തോന്നുന്നുണ്ട്. എന്തോന്നു? അച്ഛനെ കണ്ടു കഴിഞ്ഞാൽ അസിസ്റ്റന്റ് മാനേജറിന്റെ ലുക്കില്ല. അത് ശരി തന്നെ, ഞാനും കേട്ടു. നീ കേട്ടോ? ഞാൻ സമയം രീതിയൊന്നും കൂർത്ത് വെച്ചിട്ടില്ല ഇവിടെ. ഇനി പറഞ്ഞു പോലും ചുമ്മാ ഇരുന്ന് ഓരോന്ന് പറഞ്ഞോളൂ. ഇനി ഇവിടെ എന്നാ ശരിയാവില്ല. വാടി, നീ വാടി. പോവാ. മണി, മിനി അങ്ങനെ പറഞ്ഞോ? എന്നെ പറ്റി മിനി അങ്ങനെ പറഞ്ഞോ? പറഞ്ഞെങ്കിൽ കണക്കായി ഉള്ളതാണല്ലോ പറഞ്ഞത്. ഉള്ളത് എന്നെ കണ്ട അസിസ്റ്റന്റ് മാനേജർ ലുക്കില്ലേ? ബാങ്കിൽ ഇന്ന് വരെ ആരും അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതൊക്കെ എന്തോന്ന് പിള്ളേരെ, ഒന്ന് മടക്കി വെച്ചോളെ. നിനക്കൊക്കെ സമയം കിട്ടിയില്ല. ഓ എല്ലാം ഞാൻ ചെയ്യണം. മണി, പിങ്കി നിങ്ങൾ മാറ്റി പോയി. പിന്നെ ആ മിനി എപ്പോഴാ പറഞ്ഞത്? എന്നെ പറ്റി മിനി പറഞ്ഞെന്ന് പറഞ്ഞില്ലേ? എപ്പോഴാ പറഞ്ഞത്? വഴക്കിനിടയിൽ എപ്പോഴോ പറഞ്ഞു. ഏത് ബഹളത്തില്? നീ കേട്ടാ? കള്ളം പറയില്ലേ? മിനി അങ്ങനെയൊന്നും പറയൂല. മിനി അങ്ങനെയൊന്നും പറയില്ല, അതിന്റെ അപ്പുറേ പറയില്ല. ഇത് ഇവർ കള്ളം പറയാ. ഇവരെന്ന് പറയുമോ, ഇവർക്ക് പറയാനുള്ളത് അവര് പറഞ്ഞെന്ന് പറഞ്ഞ് എന്നെ പറ്റി പറയണേ. അതെ, നിങ്ങൾക്ക് എന്നെ എപ്പോഴും ഇടിച്ചു താക്കണം. അതിനു വേണ്ടിയിട്ടാണ് നിങ്ങൾ ഇത് പറഞ്ഞത്. എനിക്കറിയാം കേട്ടാ. മക്കളെ, നിങ്ങളെപ്പോലെ സൗകര്യത്തിലൊന്നുമല്ല അച്ഛൻ ജനിച്ചത്. അച്ഛൻ ഒരു സാധു കുടുംബത്തിൽ ഒരു ഓലമേഞ്ഞ വീട്ടിലാണ് ജനിച്ചത്. അറിയാമോ? എന്റെ 20ാമത്തെ വയസ്സിലാണ് ആ വീടൊന്ന് ഓടുമേഞ്ഞത്. അറിയാമോ? രവിയേട്ടാ, നിങ്ങളുടെ ജനിച്ച കാലത്തെ പ്രാരാബ്ദം പറ. ഇവിടെ എന്തോന്നാണ് സംഭവിച്ചത്? അച്ഛൻ വരെ വരെ സ്വഭാവം മാറിക്കൊണ്ടിരിക്കുകയാണ്. ഒരുമാതിരി സൈക്കോളെ പോലെയാണ്. നല്ല മാറ്റം. സൈക്കോ. രവിയേട്ടാ, വയസ്സാകുമ്പോ ചിലപ്പോ അസുഖങ്ങളൊക്കെ വരും, ആശുപത്രി പോവേണ്ടി വരും. അതിപ്പോ സാധാരണ കാര്യമില്ലേ? ഈ കഴിഞ്ഞ കാലത്ത് തന്നെ അച്ഛൻ എത്ര പ്രാവശ്യം വയ്യായ്ക വന്ന് ആശുപത്രി പോയി. എന്നിട്ട് ഒരു പ്രാവശ്യമെങ്കിലും ഞാൻ പോയാ? മണിക്കൂട്ടി ചേട്ടൻ ഒറ്റയ്ക്കല്ലേ മാനേജ് ചെയ്തേ? എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വിളിക്കും, നമ്മൾ പോകും. അതല്ലേ എല്ലായിടത്തും നടക്കണത്. അതാണ്. അച്ഛാ, ഞങ്ങൾ അച്ഛമ്മയെ വിളിക്കാറൊക്കെ ഉണ്ട്. അച്ഛനല്ലേ പോണ തിരക്ക്, അച്ഛോട്ട് വിളിക്കത്തൂല. കുറ്റം മുഴുവൻ ഞങ്ങൾക്കായി. അതെങ്ങനെ? ബാങ്ക് അല്ലേ ജീവിതം. ബാങ്ക് ഇല്ലെങ്കിൽ ജീവിക്കാൻ പറ്റുമോ? ഒരു ഞായറാഴ്ച കിട്ടി കഴിഞ്ഞാൽ രാവിലെ തൊട്ട് ആ വണ്ടിയും കുളിപ്പിച്ചോണ്ട് അവിടെ ഇരിക്കാൻ, എന്റെ ഹോണും അടിച്ചോണ്ട്. എന്റെ പൊന്നച്ഛ, ഒരു മാസം 30 ദിവസം ഉണ്ട്. കൂടിപ്പോയ ഒരു 24 ദിവസം അച്ഛന് പണിയുണ്ടെന്ന് വിചാരിക്കാം. ബാക്കിയുള്ള ദിവസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം ഞങ്ങളെയൊക്കെ കൊണ്ട് അച്ഛമ്മയെ കാണാൻ പോവാത്തെന്ത്?
അതെങ്ങനെ പോവും? ആകെ ഉള്ള ഒരു സ്കൂട്ടർ, അതിൽ 2 പേർക്ക് പോവാം. നമ്മൾ 4 പേരുണ്ടല്ലോ. വണ്ടി പിടിച്ച് പോണെങ്കിൽ പൈസ ചെലവാകും. പിന്നെ എങ്ങനെ കൊണ്ടുപോകും? കല്യാണം കഴിഞ്ഞ കാലം തൊട്ട് എന്റെ അച്ഛൻ നമുക്ക് കാറ് വാങ്ങിച്ചിരാന്ന് എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ടെന്ന് അറിയോ? 1000 പ്രാവശ്യം മിനിമം ചോദിച്ചിട്ടുണ്ട്. അപ്പോഴേക്കും നിങ്ങളുടെ അച്ഛനെ കൊമ്പത്തെ അഭിമാനം. ഇത് അഭിമാനമല്ല, ഇത് ദുരഭിമാനമാണ്, ദുരഭിമാനം. അല്ലെങ്കിൽ തന്നെ അച്ഛമ്മേടെ അടുത്ത് ഞങ്ങൾ എത്രയോ വട്ടം പറഞ്ഞിട്ടുണ്ട് ഇവിടെ വന്ന് നിൽക്കാൻ. അച്ഛമ്മ വരുമോ? ഇല്ല, വരത്തൂല. അതെങ്ങനെ? പണ്ടത്തെ ആൾക്കാരല്ലേ. ആ വീടും തൊഴുത്തൊക്കെ കളഞ്ഞിട്ട് വരുമോ അച്ഛമ്മ? ഇങ്ങനെ ചിന്നൂല എന്തൊക്കെ പറയും. അവൾ അവിടെ ഉള്ളതുകൊണ്ട് അമ്മ കഞ്ഞി കുടിച്ച് കിടക്കണം, അല്ലെങ്കിൽ കാണായിരുന്നു. അത് ശരിയാണ്. സ്വന്തം വീട്ടിൽ പോവില്ല, അത് പോട്ട്. എന്റെ വീട്ടിൽ വിടോ? അതും ഇല്ല. ഇത് അപ്പൂപ്പ പറയും പോലെ തന്നെ. പട്ടി തൊട്ട് പുല്ല് തിന്നത്തുമില്ല, പശുവിനെ കൊണ്ട് തീറ്റിപ്പിക്കത്തുമില്ല. അയ്യോ അമ്മ, അമ്മ എന്തോന്നൊക്കെ പറഞ്ഞേ? അച്ഛൻ ഫീൽ ചെയ്തിട്ടാണ് പോയത്. ഞാൻ ഒന്നും പറയില്ല, നിങ്ങളൊക്കെ എന്തൊക്കെ വിളിച്ചു പറഞ്ഞു. അപ്പൊ ഞാൻ നിങ്ങളുടെ കൂടെ സപ്പോർട്ട് ചെയ്തെന്നല്ലേ ഉള്ളൂ. ഇപ്പൊ നമ്മുടെ തലയിൽ വെച്ചാ അമ്മയല്ലേ എല്ലാം പറഞ്ഞത്? നമ്മൾ പിള്ളേരല്ലേ, പിള്ളേരെ അങ്ങനെ എന്തൊക്കെ പറയും. വാമ പോയി നോക്ക, നോക്കാം. അച്ഛാ, അച്ഛാ, എന്തോന്ന് അച്ഛാ? അതെ, ഞാൻ പശുവിനെ കൊണ്ട് പുല്ല് ഇരിക്കുന്നത് പട്ടിയാണ്. അമ്മയെ കാണാൻ പോകത്തിനാണ്, സ്നേഹമില്ലാത്തവരാണ്. രവിയേട്ടാ, നിങ്ങൾക്ക് എന്തോ ഭ്രാന്തായ? അതെ, ഭ്രാന്തനാണ് ഞാൻ. എന്തോന്ന് അച്ഛൻ ഒരു സൈക്കോളെ കണക്ക്? അതെ, ഞാൻ സൈക്കോയാണ്. എനിക്ക് വൈകിട്ട് ആശുപത്രി കൊണ്ടിരുന്നേ. രവിയേട്ടാ, ഞങ്ങള് ദേഷ്യം വന്നപ്പോ എന്തോന്നോ പറഞ്ഞു. ഫീൽ ചെയ്തെങ്കിൽ സോറി, ക്ഷമിക്ക്. സോറി അച്ഛാ, സോറി സോറി. നിങ്ങൾക്കറിയാമോ, എന്റെ അമ്മ വളരെ പാടുപെട്ട് കഷ്ടപ്പെട്ട് നെല്ലും കുത്തി പശുവിനെ വളർത്തി വല്ലവരൊക്കെ കടം വാങ്ങിച്ചൊക്കെയാണ് എന്നെ പഠിപ്പിച്ച് ഈ നിലയെ കൊണ്ടെത്തിച്ചത്. നിങ്ങളിപ്പോ കളിയാക്കണില്ലേ ഈ അസിസ്റ്റന്റ് മാനേജർ പദവി അവിടെ കൊണ്ടെത്തിച്ചത്? ഇതെല്ലാം കിട്ടി നിങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ എല്ലാം മറന്നു. എന്റെ അമ്മയും പോയി, എല്ലാരും പോയി. ഇപ്പൊ നിങ്ങൾക്കും എന്നെ വേണ്ട. രവിയേട്ടാ, രവിയേട്ടന് ഒന്നും നഷ്ടമായിട്ടില്ല. അമ്മയും പെങ്ങളും നാടും വീടും താരെ പൊന്നു പോലത്തെ 2 മക്കള്, ഈ ഞാൻ, എല്ലാരും കൂടെ തന്നെ ഇല്ലേ? അച്ഛാ, ഇങ്ങനെ കൊച്ചു പിള്ളേരെ പോലെ കരയാതെ അച്ഛാ. ചിരി അച്ഛാ, ചിരി അച്ഛാ, ചിരി ചിരി അച്ഛാ, ശരി അച്ഛാ. അസിസ്റ്റന്റ് മാനേജർ രവീന്ദ്രനാഥ്, ചിരിക്ക്. പങ്കം തന്നെ അച്ഛാ. മണി, നമുക്ക് നാളെ ഒന്ന് വീട്ടിലോട്ട് പോയാലോ? അയ്യോ, നാളെ പറ്റൂല. രാംകുമാർ സാർ 2 കാര്യം ഏൽപ്പിച്ചിട്ടുണ്ട്. നാളെ പറ്റില്ല, നമുക്ക് മറ്റന്നാ പോവാം. ഓ, നിങ്ങളുടെ രാംകുമാർ സാറിന് എന്റെ കൈ കിട്ടില്ലല്ലോ. അങ്ങനെ ഒരിക്കലും നന്നാവത്തൊരു മനുഷ്യൻ.